അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്നവന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ പേരെന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അവൻ ഓർമ്മ വരികയാണ്. അവന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് തവക്കലേൽപ്പിച്ചവന് മടങ്ങുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതു മനുഷ്യനാണ് അല്ലാഹ് എന്ന് പറഞ്ഞാ കൈവിറയ്ക്കുന്നതാരാ? അല്ലാഹ് എന്ന് പറഞ്ഞാ കണ്ണ് നിറയുന്നതാരാ? അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ഹൃദയം പിടയ്ക്കുന്ന ഏതു പെണ്ണാണ് ഈ മജ്‌ലിസിലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യമല്ല, 1 കോടി പ്രാവശ്യം അല്ലാഹ് 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 എന്റെയും നിങ്ങളുടെയും ചെവിയുടെ ചാരത്ത് വന്ന് പറഞ്ഞാ നമുക്കൊരു മാറ്റമില്ലടോ, നമുക്കൊരു പേടിയില്ലടോ. പടച്ചവനെ, എന്തുകൊണ്ടെന്നറിയുമോ? നമുക്ക് അല്ലാഹനെ കുറിച്ച് മനസ്സിലാകുന്നില്ല. പഠിക്കേണ്ടതുപോലെ അല്ലാഹുവിനെ നമ്മൾ പഠിക്കുന്നില്ല, അറിയേണ്ടതുപോലെ അല്ലാഹുവിനെ അറിയുന്നില്ല. ആ പടച്ച റബ്ബിനെ കുറിച്ച് അറിയേണ്ട രീതിയിൽ അറിഞ്ഞിരുന്നെങ്കിൽ പേടിയാ സഹോദരാ. ആ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടാവുകയാ. പടച്ചവനെ, നമ്മളിൽ ആർക്കാ പേടിയുള്ളത്? അങ്ങനെ പേടിയുണ്ടാകുമായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നോ? നമ്മൾ നന്ദി കെട്ടവരാകില്ലായിരുന്നോ? നമ്മൾ അഹങ്കാരികളാകില്ലായിരുന്നോ? പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നോ? പെങ്ങളെ, തലമറയ്ക്കാൻ നിനക്ക് മടിയല്ലേ മോള്? നിസ്കരിക്കാൻ നിനക്ക് മടിയല്ലേ മോള്? പടച്ചവനെ കുറിച്ച് പേടിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുകയാ. എടാ ചെറുപ്പക്കാരാ, ഒരിക്കലും നീ തലതിരിഞ്ഞു പോകില്ലായിരുന്നോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചും പേടിയില്ലടോ. പടച്ചവനെ, മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മസ്റയെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച് ഉസ്താദന്മാര് വഅദ് പറയുന്നത് പോലും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല. എവിടെ പോയാലും ഈ മരണവും ഖബറും നരകവുമല്ലാതെ വേറെ ഒന്നുമില്ല, ഭയപ്പെടുത്തുന്ന വിഷയങ്ങളല്ലാതെ ഒന്നുമില്ല. ഇന്നത്തെ തലമുറയോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവരനുസരിക്കുന്നില്ല. പടച്ചവനെ, എടാ മരണമുണ്ടടാ, ഖബറുണ്ടടാ, മസ്റയുണ്ടടാ. മോനെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ അല്ലാഹു നരകം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്നത്തെ തലമുറയോട് പറയുമ്പോ, പെങ്ങളെ, തലമറച്ചു നടക്കണേ, ഒരു മുടി പോലും പുറത്ത് കാണിക്കരുത്. അങ്ങനെ തലമുടി പുറത്ത് കാണിക്കുന്ന പെണ്ണിന് അല്ലാഹു നാളെ നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി നിന്റെ തലയിൽ ധരിപ്പിക്കുമെന്ന് പറയുമ്പോ, ഇന്നത്തെ യുവതലമുറ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഉസ്താദേ, ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറ, ഇതൊക്കെ പ്രായമുള്ളവരോട് പറ, വിദ്യാഭ്യാസമുള്ള ഞങ്ങളോട് പറയല്ലേ. സ്വപ്നലോകത്ത് ജീവിക്കുന്നത് എന്തിനാ ഉസ്താദ്? ഇന്നത്തെ തലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ. എന്റെ ചെറുപ്പക്കാര് ചോദിക്കുന്നത്, ഉസ്താദേ, നിങ്ങൾ പറയുന്നത് നരകം അല്ലാഹു പടച്ചിട്ടുണ്ടെന്നാണ്. ഈ ലോകത്ത് എവിടെയോ നരകത്ത് അല്ലാഹു ആ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. ചിന്തിക്ക് ചെറുപ്പക്കാരാ, അവിടെയാ മക്കളെ ചൂടനുഭവപ്പെടുന്നത്, അവിടെയാണ് ശരീരം വിയർക്കുന്നത്. അതാ ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ശീലത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോനെ, ഉമ്മ ചോറ്
ചോറ് വെക്കാറുണ്ടല്ലോ. പെങ്ങളെ, നീ അടുക്കളയിൽ ഭക്ഷണം വെക്കുന്നവളാണല്ലോ. ആ ചോറ് വെക്കുന്ന കലത്തിനകത്ത് കിടന്നിട്ട് ആ ചോറിങ്ങനെ തിളച്ചിട്ട് കലം നിറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് കാണുന്നവളല്ലേ? എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് അതാ തലച്ചോറ് അതാ നിന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരിക്കാൻ വരുന്നവനെ കളിയാക്കുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ടവരോടെങ്കിലും ഞാൻ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിതം ആസ്വദിച്ച് നടക്കുന്നവരോട്, മക്കളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും അത് മറക്കല്ലേ, എന്തു മറന്നാലും അത് മറക്കല്ലേ. ഏതായത്താ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ഒന്നാമതായി ഇറങ്ങിയ ആയത്ത് നിനക്കറിയുമല്ലോ പെങ്ങളെ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഇതാണല്ലോ. എന്നാൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരോട്, അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരോട്, തോന്നിവാസികളെ പോലെ ഇഷ്ടമുള്ളത് തിന്ന് കുടിച്ച് ആസ്വദിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? ആയത്തൊരു ഭീഷണിയാടോ. ആ ആയത്ത് അല്ലാഹുവിന്റെ വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എങ്ങനെയാ ഉസ്താദ് നിങ്ങൾ പറയുന്നത് പോലെ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ പറയുന്നത് പോലെ ഹറാമ് കാണരുത്, ഹറാമ് പറയരുത്, ഹറാമ് ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ വല്ല മനുഷ്യനില്ലാത്ത വനാന്തരങ്ങളിൽ പോയി ജീവിച്ചാലേ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂ. ഇവിടെയാണെങ്കിൽ കാലഘട്ടം വളരെ മോശമാണ്. കാലഘട്ടമല്ലല്ലോ മോശം, കാലഘട്ടം എങ്ങനെയാണോ മോശമാകുന്ന? കാലഘട്ടത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാലഘട്ടമല്ല മോശം, ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് മോശം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാനെ പേടിയുള്ള ആരാ ഉള്ള? അള്ളാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഈ വാഴലിൻ്റെ ആവശ്യമുണ്ടോ ചങ്ങാതി? ഇവിടെ ഈ വാഴലുകളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാനെ പേടിയുണ്ടെങ്കിൽ വാഴല് വേണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ ഇന്നൊരുത്തനും പേടിയില്ല എന്നുള്ളതാണ്. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെ തെറ്റ് ചെയ്യാൻ. പണ്ടൊരു വീടി വലിക്കുമ്പോൾ ഒളിച്ചും പാത്തും ഇരുന്ന് വലിക്കും. കുറെ കാലം മുമ്പ് ഒരു വീടി വലിക്കുന്നവൻ ഒളിച്ചും പാത്തും ആരും കാണാതെ ഒളിച്ചും പാത്തും നിന്ന് വീടി വലിക്കും. ആരെങ്കിലും വന്നാ, പല പ്രായമുള്ളവരെ ഉസ്താദന്മാരോ ആരെങ്കിലും വന്നാ ഉടനെ ചവിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും മിണ്ടാതെ. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നടോ നമുക്ക്. ഇന്ന് പരസ്യമായിട്ട് കള്ളു കുടിക്കുമടോ. ഇന്ന് പരസ്യമായി കള്ളു കുടിക്കുന്നു, കഞ്ചാവടിക്കുന്നില്ലേ, പറയുന്നവന്റെ മുമ്പിലൂടെ ചെയ്തുകൊണ്ട് നടക്കുന്നില്ലേ? ഇന്നത്തെ യുവതലമുറ അങ്ങനായി പോയി. ഇന്നത്തെ ആർക്കും പേടിയും ഭയമൊന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പള്ളിയുടെ മുമ്പിൽ നിസ്കാരം കഴിഞ്ഞിട്ട് കുറെ പ്രായമുള്ളവരിങ്ങനെ പള്ളിയുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. എല്ലാ പള്ളികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അവർ പോകാറില്ല, ഇങ്ങനെ നിൽക്കും. അപ്പൊ നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് പരസ്യമായിട്ട് വീടി വലിക്കുകയാണ്. അപ്പൊ ഈ പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇങ്ങനെ നോക്കുന്നത്, ആരുടെ മോനാടാ? അബൂബക്കറിന്റെ മോനോ, പടച്ചോ അവനോ, ഇങ്ങനെ പറയാ അവര്. അപ്പൊ ഈ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരാള് ഈ കുട്ടിയെക്കുറിച്ച് ഈ കാരണവന്മാര് പറയുന്നത് കേട്ടു. അവസാനം ഈ കുട്ടിയുടെ വാപ്പാനെ കണ്ടപ്പോ ഈ സഹോദരൻ പറഞ്ഞു, ഹബീബേ, നിങ്ങളുടെ മകൻ പള്ളിയുടെ മുമ്പിൽ പരസ്യമായി നിന്ന് ആ പ്രായമുള്ള കാരണവന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മകൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. അവനെ ഒന്ന് ഉപദേശിക്കണം. നീ നിന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം. അവനോട് വലിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല.
ഒന്ന് മാറി നിന്ന് വലിക്കാൻ പറഞ്ഞാൽ മതി. ഇത്രേ പറഞ്ഞുള്ളൂ. വാപ്പയോട് ആ സഹോദരൻ പറയുകയാ, നിന്റെ മകനെ കുറിച്ച് ആ കാരണവന്മാര് പറയുന്നത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ട് നിന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം, ഒന്ന് മാറി നിന്ന് വലിക്കാൻ. വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പിതാവ് പറഞ്ഞ സഹോദരനോട് പറഞ്ഞു, നീ അവനെ കാണുവാണെങ്കിൽ പറ എന്റെ മുമ്പിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ പറഞ്ഞു കൊടുക്ക, നീ അവനെ ഒന്ന് ഉപദേശിക്കുക. കാരണം എന്തേ? അവൻ തന്തയുടെ മുമ്പിൽ ഇരുന്ന് വലിക്കുന്നവനാ, പിന്നല്ലേ നാട്ടുകാര്. എടോ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് ഞാനിത് പറഞ്ഞത്. എടോ, ഇന്നൊരു തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ മുമ്പിൽ മുണ്ടും മടക്കി കുത്തി നടക്കും. പാവമാന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ ചെയ്ത് കാണിക്കും. ഇന്ന് വാശിയുടെ കാലഘട്ടം അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും പലിശ തിന്നാനും ഇന്ന് ഭയമില്ലാതെ ആയിരിക്കുന്നു. എടോ, ഒരു കുറേ വർഷക്കാലം മുമ്പ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? നിങ്ങൾക്ക് മടുക്കുമ്പോ പറഞ്ഞേക്കണം, ഞാൻ അപ്പം നിർത്തിയേക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം നിങ്ങൾ ആരും നന്നാകാനല്ല ഞാൻ വഴുതു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും നന്നാകാൻ വേണ്ടി ഇപ്പൊ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ കരുണയില്ലാത്ത മനുഷ്യന്മാര്, നിങ്ങൾ 40 പേര് കൂടുതലുണ്ട്, ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ നന്നാവാൻ. ഒരാമീൻ പറഞ്ഞേ. അള്ളാഹു നിങ്ങളാരും വേണ്ടുന്നില്ലല്ലോ, ഇത്ര ഉസ്താദ്മാര് വിടുന്നത്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ, നിങ്ങളെ നന്നാക്കാൻ. എൻ്റെ അവസ്ഥ എന്തെന്നറിയോ? എടോ, ഈ ഡോക്ടറിന് പഠിക്കാത്ത ഡോക്ടർ രോഗിക്ക് മരുന്ന് എഴുതി കൊടുത്താൽ എങ്ങനെയിരിക്കും? ഡോക്ടർ പഠിക്കാത്ത ഒരാള്, ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ പഠിച്ച ഒരാള് രോഗിക്ക് മരുന്നെഴുതി കൊടുക്കും. ഇതേ അവസ്ഥയാണ്. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്ക് നന്നാകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു 10-15 വർഷം മുമ്പ്, പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? പറ കാക്കാന്മാരെ, കുടിക്കുമോ? ഒരു 15 വർഷം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇരിക്കണവരോട് ചോദിക്കുന്നു, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളൊക്കെ 10, 30, 35 വയസ്സുള്ള സമയത്ത് പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വരുന്ന ആരെങ്കിലും കള്ളു കുടിക്കുമോ? കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളി വരുമോ? ഇല്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ വരൂല. വ്യഭിചരിച്ച് നടക്കുന്നവൻ പള്ളിയിലും വരൂല. പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കത്തുമില്ല. പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ പള്ളി വരില്ല. 5 നേരം നിസ്കരിക്കുന്നവൻ അത് ഹറാം, അവൻ ചെയ്യാറുമില്ല. അത് പണ്ട്. ഇപ്പോഴോ കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്ന നിസ്കരിക്കാൻ പള്ളിയിലും വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം മനുഷ്യന്മാരെ? പറ, വരുവോ? ഇപ്പൊ കഞ്ചാവ് അടിക്കുന്നവൻ പള്ളിയിൽ വരൂലേ? നിസ്കരിക്കാൻ വരുന്നവനും കഞ്ചാവ് അടിക്കൂലേ? കള്ളു കുടിക്കത്തില്ലേ? അവസ്ഥ. എടാ, പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കൂല, വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല. ഇപ്പൊ കമ്മിറ്റി ഓഫീസിൽ പള്ളി പരിപാലിക്കാൻ ഇരിക്കുന്നവൻ ആരാ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഇന്നത്തെ കമ്മിറ്റിക്കാർ, ഇവിടത്തെ കാര്യമില്ല കേട്ടാ, എനിക്ക് ഇവിടുത്തെ ആരെ അറിയില്ല, ഇനി അങ്ങനെ വിചാരിക്കരുത്. അൽഹംദുലില്ലാഹ്, ഇവിടെ 2 മഹല്ലുകളല്ലേ, 2 കൊടുക്കുമാറാകട്ടെ. എടോ, പള്ളി പരിപാലിക്കാനിരിക്കുന്നവന്റെ അവൻ എത്ര കേസിലെ പ്രതിയായിരിക്കും? അതാ ഇന്നത്തെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് നിസ്കരിക്കാൻ വരുന്നവൻ അവൻ പലിശ കച്ചവടമോ ഒന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഉദാഹരണം പറഞ്ഞാൽ, പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യും നമസ്കാരം കഴിഞ്ഞിട്ട്. ആമീൻ കേൾക്കാറുണ്ടോ? പള്ളിക്കകത്ത് ആമീൻ കേൾക്കാറുണ്ടോ? അല്ലാ, വാപ്പാടെ വായിക്കകത്ത് നാവുമല്ലോ ഉണ്ടോ എന്ന് കൈയിട്ട് നോക്കണ അവസ്ഥയാ. പക്ഷെ ജനറൽ ബോഡിയിൽ വരുമ്പോ വാപ്പാടെ നാവെന്ന് കേൾക്കേണ്ടതാട്ടോ. പടച്ചവനെ, പള്ളിയിൽ വല്ല യോഗമൊക്കെ ചേരുമ്പോ എന്നാ ശബ്ദമാണ്. പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആളില്ല, കൈ ഉയർത്തിപ്പിടിക്കാൻ ആളില്ല. ഉസ്താദിന് തന്നെ തോന്നുക, ഇത് ആർക്കാ അല്ലാഹ് ഞാൻ ചെയ്യണേ? എന്താ ഉസ്താദിന്റെ അവസ്ഥ? ആ ചങ്ങാതി എന്നെ ചിന്തിക്കുന്ന പണ്ടാരം, ഇത് ആർക്കാ അല്ലാഹ്? ഒരാൾ പോലും ആമീൻ പറയുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഒരു ആമീൻ കേൾക്കുന്നതോ. ഈ ഉണക്കുകാലത്ത് മഴ പെയ്തതുപോലെ ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി. ആരാ അല്ലാഹ് ഈ ആമീൻ പറയണം? നോക്കുമ്പോ ഒരുത്തൻ കശം വരെ കാണുന്ന രീതി കൈപൊക്കി പിടിച്ചിട്ടുണ്ട്. ഒരാൾ 2 കൈയും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ ആമീൻ. ഉസ്താദ് അങ്ങോട്ട് ദുആ അങ്ങ് നീട്ടി. കിട്ടിയ അവസരമല്ലേ, അൽഹംദുലില്ലാഹ്. ഉസ്താദിനെ കുറ്റം പറയാൻ പറ്റുമോ? ഉസ്താദ് ദുആ അങ്ങോട്ട് നീട്ടി. ഈ ചങ്ങാതിയുടെ ആമീനിന്റെ ശബ്ദം ഉയരുന്നുണ്ട്. അപ്പൊ ഈ ഭിത്തി ചാരിയിരിക്കണ വാപ്പ നോക്കുന്നു, ആരാ അല്ലാഹ് ഇന്ന് പതിവില്ലാതെ പള്ളിയിൽ ഇങ്ങനെ നോക്കണുണ്ട്.
അപ്പൊ ഇവന്റെ ദുആ കേട്ടപ്പോ ഉസ്താദിനൊരു അത്ഭുതം. പടച്ചവൻ ഇനി വല്ല കിളി പോയതാണോ അറിയില്ലല്ലോ, സാധാരണ അങ്ങനെയൊന്നും നടക്കാറില്ല. ഇവന്റെ ദുആ കേട്ടപ്പോ ഉസ്താദിന് വല്ലാത്തൊരു ഉസ്താദ് ഇവന് നല്ലപോലെ ഒന്ന് നോക്കി. നല്ലതുപോലെ നോക്കുമ്പോഴാ മനസ്സിലാവണത്, രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചവൻ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കുമ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ തെളിഞ്ഞു കാണാം, നാളെയാണ് നാളെയാണ് നാളെയാണ്, ചൊവ്വാഴ്ച ബമ്പർ, ശനിയാഴ്ച ബമ്പർ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ പോക്കറ്റിന്റെ അകത്ത് ലോട്ടറി വെച്ചിട്ടാണ് ഇവൻ ആമീൻ പറയുന്നത്, അള്ളാഹു കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും തിരിഞ്ഞില്ല ഇല്ലേ? ഇല്ലേ? ഈ വർഷത്തെ ഓണ ബമ്പർ എത്ര കോടിയായിരുന്നു? എല്ലാം മലക്കുകളാട്ടാ, ആർക്കും അറിയില്ല. ഇരിക്കണമെന്ന് മൊത്തം മലക്കുകൾ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഓർമ്മിപ്പിക്കല്ലേ സിറാജ്, എത്ര ദുആ ചെയ്തതാ, അടിച്ചില്ല അല്ലേ? അല്ലേ? 25 കോടി ഇല്ലേ? നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഭാഗ്യം കേട്ടാ അല്ലേ? ഇപ്പൊ നമ്മുടെ ആൾക്കാർ ലോട്ടറി അടിച്ചവരും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. 25 കോടി കിട്ടിയവന് അൽഹംദുലില്ലാഹ് എന്നാലിച്ച്. വല്ലാത്ത കാലമാണോ, വല്ലാത്ത കാലഘട്ടമാണ്. മനുഷ്യന് ദുനിയാവ് എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നറിയോ? ഞാൻ ഈ ഓണത്തിന് ഞാൻ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ പോയതാ. പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ പോയപ്പോൾ ഈ കമീസ് ഇടുന്നത് കാരണം തൊപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ ഒരമ്മ വിചാരിച്ചു ഞാൻ അച്ഛനാണെന്ന്. എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ 4 ദിവസം കൂടെയുള്ളൂ 25 കോടി ഓണ ബമ്പർ എടുക്കാൻ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട. എൻ്റെ പൊന്നച്ഛ എടുക്കച്ഛ, അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭാഗ്യവാനാണെന്ന്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. ഒരെണ്ണം എടുക്ക്, 25 കോടി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാരമ്മ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇതടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടുവെക്കും? ഉള്ള സമാധാനം പോത്തില്ലേ? അച്ഛാ ബാങ്കിൽ കൊണ്ടിടാ അച്ഛാ. അവരെന്നോട് പറയാം ബാങ്കിൽ കൊണ്ടിടാ. ഞാൻ പറഞ്ഞു എനിക്ക്, എന്നിട്ട് വേണമെങ്കിൽ ഈ ലവ്മാരി കയറി പിടിക്കാൻ. ഒന്നാമത് ആകപ്പെടുത്താം. ഈ തള്ള എന്നെ വിടുന്നില്ല, വീണ്ടും എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛ പാവങ്ങൾക്ക് കൊടുക്കുക അച്ഛ അടിച്ച. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എന്നാ അച്ഛ എടുത്തിട്ട് എനിക്കിതാ, ഞാനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ 500 രൂപ നിങ്ങൾക്ക് വെറുതെ തരാം, ഈ സാധനം ഞാൻ എടുത്തു തരൂല്ല. കാരണം എന്താ, ഇത് പാപമാ. അങ്ങനെ ആ അമ്മ എങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ ഈ എണ്ണയടിക്കുന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തുകൂടെ? തമാശക്ക് ചോദിച്ചാ. ആ പെട്രോൾ അടിക്കുന്ന ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തുകൂടെ? അള്ളാഹു ആ പാപത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ചേച്ചി പറഞ്ഞ മറുപടി വല്ലാത്തൊരു മറുപടിയാടോ. ആ ചേച്ചി പറഞ്ഞ മറുപടി, അധ്വാനിച്ച് കിട്ടുന്നത് മാത്രമേ വാഴത്തുള്ളെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിന്ന് കിട്ടുന്നത് 500 രൂപയാ, അത് മതി. ഈ 25 കോടി കിട്ടിയിട്ട് കാര്യമില്ല. അത് തന്നെയാ ലോട്ടറി അടിച്ചവനും പറഞ്ഞത്, ഇനി ആർക്കും ഇത് അടിക്കരുതെന്ന്. കാരണം എന്തേ, അതോടുകൂടി സർവ്വതും പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ഇതാ, പേടിയില്ല. ഈ പെണ്ണുങ്ങളെ ചിന്തിച്ചു നോക്കിക്കേ. അർഹമ റഹീമായ അള്ളാഹുവെ, പടച്ചവനെ, പെണ്ണുങ്ങളൊക്കെ തലയിൽ തുണിയിട്ട് എന്താ ഭയമില്ലേ? പെണ്ണുങ്ങളൊക്കെ തലയിലും തുണിയിട്ട് നടന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ള ഉമ്മ പോലും അത് ഇടാറില്ല. ഇന്ന് പരസ്യമായി, പണ്ട് ഉസ്താദ പെണ്ണുങ്ങൾ 2 സമയങ്ങളിൽ തലമറയ്ക്കും. എപ്പോഴൊക്കെയാ പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെ? ഒന്ന്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ. എപ്പോ? അതെന്താന്ന് എനിക്ക് അറിയുന്നില്ല, ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ബാങ്ക് വിളിക്കുമ്പോ തലമറയ്ക്കൽ നിർബന്ധ ഉസ്താദന്മാരെ. ഈ താത്തമാര് എന്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോ ചാടി വെപ്രാളപ്പെടും. എവിടെ ചാളവിടെ ഉമ്മായും മോളും കൂടെ ഓടുക. അവസാനം നോക്കുമ്പോ ഒരെണ്ണം കിട്ടി, പകുതി ഉമ്മായിക്കും പകുതി മോക്കും. അല്ലാഹു അഅലം. എന്തൊരു ഒത്തൊരുമയെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോയി കഴിഞ്ഞു, അസ്സലാമു അലൈക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന 2ാമത്തെ സമയം എപ്പോഴാ? പറയടോ, ഉസ്താദന്മാരെ കാണുമ്പോ. എന്താ അള്ളയാ ഞങ്ങളൊക്കെ? ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് എവിടാ പഠിച്ചിരിക്കണേ? എന്താ ഫർള? എന്റെ പൊന്നാര ഇത്ത മറയ്ക്കുവാണെങ്കിൽ എപ്പോഴും മറയ്ക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോ തലമറയ്ക്കുമായിരുന്നു. ഇപ്പൊ ഉസ്താദന്മാരെ കണ്ട, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഇപ്പൊ ഉസ്താദ് കണ്ടാ കുറച്ചുകൂടെ തുറന്നു കാണിക്കും. ഭയമില്ലടോ, ആർക്കും പേടിയില്ല, കുറ്റപ്പെടുത്തിയതല്ല. മക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഭയമില്ലടോ കള്ളു കുടിക്കാൻ, കഞ്ചാവടിക്കാൻ, മയക്കുമരുന്നടിക്കാൻ. പടച്ചവനെ, പെണ്ണുങ്ങൾ വരെ കഞ്ചാവടിക്കുന്ന കാലമാണ്. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. വല്ലാത്ത ക്യാമ്പയിനുകൾ നടത്തുകയാ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പടച്ചവനെ ഇത് പാടില്ല എന്ന് അവരെ പോലും ബോധവൽക്കരണം നടത്തുന്ന ക്ലാസുകൾ നടത്തേണ്ട ഗതികേടിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിയിരിക്കുകയാണ്. കാരണം വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, നിങ്ങൾ വ്യഭിചരിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത് എന്ന് പേടിയില്ലടോ? എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ലടോ? അതൊക്കെ ഇന്ന് സാധാരണ കാര്യമായി. ഒരു പെണ്ണിന്റെ കൈ പിടിക്കുന്നത്, ഒരു പുരുഷന്റെ കയ്യിൽ തൊടുന്നത്, കൂടെ പഠിക്കുന്നവന് തൊട്ടാൽ എന്റെ പൊന്നുമോൾക്ക് ഫർദയിട്ടവൾക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകളാണ്. എന്റെ ചെറുപ്പക്കാരികളോട് പറയുകയാ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. സിനിമ കാണുന്നത്, സീരിയല് കാണുന്നത്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ് വാപ്പാ. ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാ. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാ. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. കാമുകന്റെ കൂടെ നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാ. സെക്സ് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാ. പെങ്ങളെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. തൊടുന്നത് പാപമാ മോളെ, തൊടുന്നത് പാപമാ. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എങ്ങനെയാ? എന്റെ ചെറുപ്പക്കാരാ, പാപമാടാ. അല്ലാഹനെ പേടിച്ച് ജീവിക്കടാ പൊന്നുമോനെ. അല്ലാഹുവേ, കാലഘട്ടം എത്ര മോശമാണെങ്കിലും, സാഹചര്യം എത്ര മോശമാണെങ്കിലും, ഉസ്താദേ റോഡിലൂടെ പോകുമ്പോ പലതും കണ്ടുപോകുമല്ലോ. ഇന്ന് അങ്ങനെയാണല്ലോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമർ തങ്ങൾ ഖലീഫയാണ്. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഉമർ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? 5 നേരം ബാങ്ക് വിളിക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവേ, ഒരു ദിവസം അവന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. അവൾക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രണയമാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ല. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ആരാരുമില്ലാത്ത ഇടവഴിയിലൂടെ ആ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഈ പെണ്ണ് വന്ന് വിളിച്ചു നിൽക്കുകയാ. ആരുമില്ലാത്ത വഴിയിൽ
വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് യാചിക്കുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ? ഒരു സുന്ദരിയായ പെണ്ണ്, ആരാരുമില്ലാത്ത ഇടപെടിയിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടുന്ന് എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ, എനിക്കൊരു ചുംബനം തരുമോ? ഒരു സുന്ദരിയായ പെണ്ണ് യാചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ അല്ലാ. ഒരു പെണ്ണെന്നെ തൊട്ട് കഴിഞ്ഞല്ലോ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടല്ലോ, ഞാൻ വ്യഭിചാരിയായല്ലോ, ഞാൻ നരകത്തിലാണല്ലോ. ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. പെണ്ണോടി രക്ഷപ്പെട്ടടോ. ഈ ചെറുപ്പക്കാരൻ വഴിയോരത്ത് കിടക്കുകയാണ്. അവസാനം യാത്രക്കാര് കണ്ടു, ഈ ചെറുപ്പക്കാരനെ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രായം ചെന്ന പിതാവിന്റെ മുമ്പിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുപോയി കിടത്തി, മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. തന്റെ പൊന്നാര മകന് ജീവത അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ, എന്തു പറ്റി മോനെ? ഉപ്പാ, ഖസറ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടമായി, ഞാനൊരു വ്യഭിചാരിയായി, ഞാൻ നരകത്തിന്റെ അവകാശിയായി. ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ, എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു വാപ്പാ, ഞാൻ നരകത്തിലാണ്. വാപ്പ പറഞ്ഞു, അല്ല മോനെ, ഒരിക്കലും നീ നരകത്തിലാകൂല. കാരണം എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. അവൾ ഇങ്ങോട്ട് കേറി പിടിച്ചതാണ്. എന്റെ പൊന്നുമോൻ അവളെ തൊട്ടില്ലല്ലോ, എന്റെ പൊന്നുമോ പാപം ചെയ്തില്ലല്ലോ, എന്റെ പൊന്നുമോന് കരയരുത്. വാപ്പ തന്റെ പൊന്നാര മകന്റെ അടുത്തിരുന്ന് സമാധാനിപ്പിക്കുകയാ. കരച്ചില് നിർത്തുന്നില്ലടോ. ഈ പൊന്നുമകൻ കടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായി തന്റെ പൊന്നുമകൻ മരിച്ചു പോകുമെന്ന്. വാപ്പ പിന്നെയും പിന്നെയും സമാധാനിപ്പിക്കുമ്പോ ആ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന മസല ചോദിക്ക്, ഖലീഫ ഉമറിനോട് ചെന്ന മസല ചോദിക്ക്. ആ പിതാവ് ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് തന്റെ പൊന്നാര മകന്റെ സംഭവം വിശദീകരിക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ലല്ലോ. വാപ്പയ്ക്ക് സമാധാനമായി. തന്റെ പൊന്നാര മകനോട് പറയാ, വീട്ടിലേക്ക് ഓടി വരുമ്പോ ആ പിതാവ് കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. നെഞ്ചുപൊട്ടി മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. പൊന്നുമകൻ അവിടെന്ന് മരണപ്പെട്ടു പോയി. എന്തേ കാരണം? തെറ്റുകാരനായി പോയോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയോ അല്ലാ, ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ അല്ലാ. പടച്ചവനെ, അതാ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കുമ്പോഴാണ് എല്ലാവരും പറയുകയാ, ചരിത്രം പറയുകയാ, ആ ചെറുപ്പക്കാരന്റെ കബറിനടുക്കൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കി. ആ കബറിന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയുമോ? വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, സ്കൂളിൽ പഠിക്കുന്ന പെൺമക്കളോട് പറയുകയാണ്, മോളെ, കൂടെ പഠിക്കുന്നവൻ നിന്റെ ശരീരത്ത് തൊടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, ഒറ്റയ്ക്ക് കറങ്ങാൻ ചാൻസ് കിട്ടുമ്പോ, എടാ ആരും അറിയില്ലടാ, കള്ളു കുടിക്കടാ, ബിയർ കുടിക്കടാ, നീ ആണെന്ന് പറയുന്ന വർഗത്തിന് തന്നെ നാണക്കേടാടാ, ഒന്ന് കുടിക്കടാ എന്ന് കൂടെ പഠിക്കുന്നവർ നിന്നോട് പറയുമ്പോ നീ അവരോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്,
എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് നിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാടാ, ഇത് വ്യഭിചാരമാടാ, ഇത് അല്ലാഹുവേ വ്യഭിചാരമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരമാണെന്ന്. ഞാൻ അങ്ങനെ നടക്കുന്നവളല്ലടാ, എടുക്കടാ എന്റെ ശരീരത്ത് നിന്ന് കയ്യ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, സദക്ക കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ, എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട് പെങ്ങളെ. ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയുമോ? കൂടെ പഠിക്കുന്ന ഒരു അന്യപുരുഷൻ നിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ, എടാ അല്ലാഹുവേ എനിക്ക് വല്ലാത്ത പേടിയാടാ, ഇത് പാപമാടാ, ഇത് പാപമാടാ. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഇത് വേറെ. എന്റെ ശരീരത്തിന് ഒരിക്കൽ പോലും നീ തൊട്ടുപോകരുത്, എടുക്കടാ കയ്യെന്ന് പറയുന്ന പെണ്ണെ. കൂടെ പഠിക്കുന്നവന്മാര് കഞ്ചാവ് വലിക്കുമ്പോ, അവര് ബിയറടിക്കുമ്പോ നിർബന്ധിക്കുകയാ, ഒന്ന് വലിച്ചു നോക്കടാ, ഒന്ന് കുടിച്ചു നോക്കടാ. ഒരാളും അറിയില്ലടാ, പറയണം അല്ലാഹ് കാണുന്നുണ്ടടാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ, വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗമാ ഉമ്മമാരെ, പെങ്ങള്, രണ്ട് സ്വർഗമാണ് അല്ലാഹു നിനക്കൊരുക്കി വെച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ അവർക്ക് അല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങള്, പാപമാ മോള്, ഇന്ന് കളിയും തമാശയുമാണ്. കയ്യിൽ മുട്ടായി വെച്ചിട്ട് അതാ കൈ കൊണ്ടുപോയി ഇങ്ങനെ തട്ടുകയാണ്. ഇന്നതാണടോ കണ്ണടച്ചു പിടിച്ചിട്ട്, ഒരു പെൺകുട്ടിയുടെ കണ്ണടിച്ചു പിടിച്ചിട്ട് വന്ന് ചുംബനം കൊടുക്കുന്ന വീഡിയെടുക്കുന്ന കാലമാ. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും തെറ്റല്ലാതെ കാണുന്ന കാലമാ. ബൈക്കിൽ കയറി പോകുന്നത് പാപമല്ലാതെ കാണുന്ന കാലമാ. പെങ്ങളെ, 1000 വട്ടം പാപമല്ലെന്ന് പറഞ്ഞാലും അത് പാപമാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുകയാ.